ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജിൻസി, ഹാപ്പി ന്യൂ ഇയർ. അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത്? അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം കുറേ ക്രൈസിസ് ഒക്കെ ആയതുകൊണ്ട് കുറേ പേരൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി ജോലി ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഈ ജോലി ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവർ കുറേ പേര് പറ്റിക്കപ്പെടുന്നുണ്ട്, അത് മുതലാക്കുന്നവരുണ്ട്. കുറേ പേരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ സാധാരണ ആൾക്കാർക്കും എന്താ പറയുന്നത് ഒരു വിസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വരാന്നാണ് കുറെ പേരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയവരുണ്ട്. അതുപോലെ ഈവൻ ജോലി, അതായത് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ കുറെ പേര് പെട്ടുപോയിട്ടുണ്ട്. കുറെ ലക്ഷങ്ങൾ രൂപ കുറെ പേർക്കൊക്കെ കൊണ്ട് കൊടുത്തിട്ട് 5-6 ലക്ഷം 5-10 ലക്ഷം 5-6 ഒന്നല്ല, അതിൽ കൂടുതൽ. അതെ, പിന്നെ ആ ഏജൻസിയെ പറ്റി ഒരു അറിവും കാണാത്തൊന്നുമില്ല. അപ്പം അങ്ങനെ ഒത്തിരി പേര് അബദ്ധത്തിൽ ചെന്ന് പെടുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പറഞ്ഞ ഇപ്പോൾ ഏജൻസി നിങ്ങളോട് പോയി ചോദിക്കുക, നിങ്ങളോട് പറയും ഫാം ജോബ്സ് ഉണ്ട്, അതായത് ആപ്പിളിൽ പറിക്കുന്ന അങ്ങനെ ഒരു ജോബ്സ് സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പെട്രോൾ സ്റ്റേഷനിൽ അങ്ങനെയൊക്കെ വിസ ഉണ്ടെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ടൈപ്പ് വിസകളൊന്നുമില്ല. പ്രോപ്പറായിട്ടുള്ള ഏജൻസി ത്രൂ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽഡായിട്ടുള്ള ഇത് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. ഇനി പ്രോപ്പർ ആയിട്ടുള്ള ഏജൻസി കൂടെ തന്നെ ഈ ആപ്പിൾ പറിക്കാനും ഫാമിലും നിൽക്കാനും വരുമെന്ന് തോന്നുന്നില്ല. അത് ഓൺലി നമ്മൾ ഡിപ്പെൻഡന്റ് ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ജോബ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എൻ്റെ ഒരു അറിവ്. അത് അങ്ങനെ ഉള്ളൂ, അല്ലാതെ അങ്ങനെ വിസ ഒന്നും ഇവിടെ ഓസ്ട്രേലിയ ഇഷ്യൂ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പലരും നമുക്ക് പല തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിസയാണ് സബ് ക്ലാസ് 600 വിസ. അത് ഫാമിലി വിസസ് ഉണ്ട്, ഷോർട്ട് പർപ്പസ് വിസയാണ് അത്. ഷോർട്ട് പർപ്പസ് വിസയാണ്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബിസിനസ്സിൻ്റെ ആവശ്യത്തിൽ നമുക്ക് ഇവിടെ വന്ന് ഒരു 3 മാസം ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഷോർട്ട് ടൈം സ്റ്റഡീസിന് വരുന്നവർക്ക്, പിന്നെ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഫാമിലിയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി അതിൻ്റെ ഒരു പർപ്പസാണ് 600 വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മുടെ പലർക്കും നാട്ടിലുള്ളവർക്ക് ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയത്തില്ല. അപ്പം അതിനെ മുതലാക്കിയിട്ട് 600 ഇവിടെ വിസ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ PR കിട്ടും, വിസ മാറ്റി കിട്ടും എന്നുള്ള പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് അങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഈ സബ് ക്ലാസ് 600 വിസ. ഓക്കെ, 600 വിസ എന്ന് പറഞ്ഞാൽ ഇതൊരു സത്യം പറഞ്ഞത് ടൂറിസ്റ്റ് വിസയാണ്. അതിനകത്ത് നമുക്ക് ഓസ്ട്രേലിയയിൽ നമുക്ക് ഈ പറഞ്ഞതിനോട്ട് ബിസിനസ് ആവശ്യത്തിനോ 3 മാസം വരെയുള്ള ഒരു പഠനത്തിനോ അങ്ങനെയുള്ളതിന് വരാനോ നമ്മുടെ ഫാമിലിയെ കൊണ്ടുവരാനോ വേണ്ടി മാത്രമുള്ള ഒരു ഷോർട്ട് ടൈമായിട്ട് നിൽക്കാൻ വേണ്ടി മാത്രമുള്ളൊരു വിസയാണിത്. അപ്പം മെയിനായിട്ട് ആൾക്കാരൊക്കെ പറ്റിക്കപ്പെടുന്ന വിസയാണ് സബ് ക്ലാസ് 600. അപ്പം ഇതിനായിട്ടൊരു 6 കാറ്റഗറീസ് ആണുള്ളത്. അപ്പം ഇതിനകത്തുള്ള ഒരു കാറ്റഗറിയാണ് നമ്മുടെ ഫാമിലി സ്പോൺസേർഡ് വിസയും പിന്നെ ഈ ടൂറിസ്റ്റ് വിസ എന്നൊക്കെ പറയുന്നത്. ഇത് ഫാമിലി നമ്മുടെ പാരൻസിനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരുന്ന ഒരു കാറ്റഗറിയാണ് ഫാമിലി സ്പോൺസേർഡ് വിസ. ഒരു സർട്ടൻ പീരിയഡിന് വേണ്ടി നമുക്കിവിടെ കൊണ്ടുവരുന്നത് വിസിറ്റിന് കൊണ്ടുവരുന്ന പർപ്പസാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. പിന്നെയെന്ന് പറയുന്നത് ഇത് ആൾക്കാരൊക്കെ പറ്റിക്കപ്പെടുന്ന പോലെ തന്നെ ഒരു ടൂറിസ്റ്റ് വിസയാണിത്. അപ്പം ഇതിനകത്തുള്ള സ്റ്റേ അപ് ടു 12 months ആണ് വരുന്നത്. ഇതിന് മെഡിക്കലും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഇപ്പം നാട്ടിൽ നിന്നൊക്കെ ചിലർ പറയുന്ന കാണാം, ചിലപ്പം വിസയുടെ മെഡിക്കൽ ചെയ്യേണ്ടത് മുംബൈയിലാണ് അല്ലെങ്കിൽ കൽക്കട്ടയിലാണ്. അപ്പം അതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതൊരു പറ്റിക്കൽ വിസയാന്നുള്ള കാര്യം. കാരണം നമ്മുടെ അപ്പം നമ്മുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട് നമുക്ക് മെഡിക്കൽ ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ആണ് ഇവർ പറയുന്നത് ഇപ്പോൾ കൽക്കട്ടയിൽ പോയി ചെയ്യണം അല്ലെങ്കിൽ മുംബൈയിൽ പോയി ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതൊരു കളവിസയാന്നുള്ള കാര്യം. ഇപ്പം എൻ്റെ അറിവിൽ നാട്ടിൽ കിംസിലാണ്, ട്രിവാൻഡ്രം കിംസിലാണ് ഇതിൻ്റെ മെഡിക്കൽ ചെയ്യുന്നത്. പിന്നെ ഇതിന് നമ്മളിവിടെ വരുന്നതിന് മുമ്പ് നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. പിന്നെ ആൾക്കാർ വിചാരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വിസയിൽ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമെന്ന്. ഒരിക്കലും നമുക്ക് ഇവിടെ വന്നിട്ട് ഈ വിസയിൽ വന്നിട്ട് നമുക്കിവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ എന്താണോ പർപ്പസ് അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ പോവുക, അല്ലയോ? അതായത് ചിലപ്പം ബിസിനസ് ആവശ്യങ്ങൾക്കോ നമ്മുടെ ഒരു കോൺഫറൻസിനോ അങ്ങനെയൊക്കെ വരുന്ന ഒരു വിസയാണിത്. അപ്പം ഇതിനകത്ത് വന്നിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിടിക്കപ്പെടുന്ന ഒരു ലീഗൽ ഇഷ്യൂ തന്നെയാണ്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക്
എന്തായാലും നമുക്ക് വിസ ഇത് കിട്ടിക്കഴിയുമ്പോൾ അതിനൊരു വിസ അപ്രൂവൽ ലെറ്റർ വരും. അപ്പോൾ അതിനകത്ത് ഈ അതിനകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ വിസയുടെ പർപ്പസ്, എന്തൊക്കെ നിങ്ങൾക്ക് അവിടെ ചെയ്യാം, അതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് നിങ്ങൾ ആ വിസയെ കുറിച്ച് നല്ലതായിട്ട് പഠിക്കണം. ഈ വിസയ്ക്ക് മാത്രമല്ല, ഏത് വിസയ്ക്ക് നമ്മളിപ്പോൾ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ വിസയുടെ ഒരു അപ്രൂവൽ ലെറ്ററിനകത്ത് ആ വിസയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് മാത്രമേ മുന്നോട്ടുള്ള ഫർദർ മൂവ്മെൻറ്റ്സ് നിങ്ങൾ ചെയ്യാവൂ. ഈ അബദ്ധത്തിൽ പിന്നെ ഏജൻസികൾ എന്ന് പറയുമ്പം ഈ മാര അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏജൻസികൾ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അല്ലാതെ നിങ്ങൾ കളിപ്പിക്കാൻ അവർ പൈസയ്ക്ക് വേണ്ടിയാണ് അവരിയ്ക്കുന്നത്. ഈ മാര അപ്രൂവ്ഡ് ഏജൻസീസ് ഒന്നും നിങ്ങളെ അങ്ങനെ കളിപ്പിക്കത്തില്ല. ഇപ്പം പലരും വിചാരിക്കുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വിസ വന്നിട്ട് എങ്ങനെയും ഇപ്പം ജോലി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പലർക്കും അറിയാമായിരിക്കും. എന്നാലും അവർ വിചാരിക്കും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാം, എങ്ങനെയും ഇവിടെ വന്ന് ഓസ്ട്രേലിയ വന്ന് പെട്ടാൽ മതി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്യൂച്ചറിൽ ഏതെങ്കിലും വിസ കിട്ടും. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ഈ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 0% നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടാൻ ചാൻസ് ഉള്ളൂ. അഥവാ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾക്ക് ജോലി ചെയ്ത് തരാമെന്ന് ഓഫർ ചെയ്താൽ തന്നെ അത് നിങ്ങളെ അവർ ചൂഷണം ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് ആ കിട്ടുന്ന സാധാ അതേ എംപ്ലോയീസിന് കിട്ടുന്നതിൻ്റെ കൂട്ടുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടത്തില്ല. വൺസ് നിങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങളെ എംപ്ലോയർക്ക് പ്രശ്നമാണ്. പിന്നെ ഈ ലൈഫ് ലോങ് നിങ്ങൾക്ക് ബാൻ കിട്ടുകയും ചെയ്യും. പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലോട്ട് വരാനും പറ്റത്തില്ല. പിന്നെ കുറേ പേരുടെ സംശയമാണ് നമ്മൾ കെയറായിട്ട് വരുമോ എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ അറിവിൽ കെയറർ വിസ എന്ന് പറഞ്ഞൊരു വിസയൊന്നും ഇവിടെ ഇല്ല. അപ്പം മോസ്റ്റ്ലി നമ്മൾ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഡിസബിലിറ്റി കോഴ്സോ കെയർ ഹോമിലോട്ടോ കെയർ സർട്ടിഫിക്കറ്റോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ നോക്കിയാൽ അങ്ങനെ ഒരു വിസ കൊടുക്കുന്നതായിട്ട് നമുക്കറിയത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈവൻ 482 അല്ലെങ്കിൽ ടെമ്പററി വിസയോ PR ഒന്നും കൊടുക്കുന്നതായിട്ട് നമുക്കറിയത്തില്ല. പിന്നീട് നമ്മൾ കണ്ടുവരുന്നത് വെച്ചാൽ നമ്മുടെ ആൾറെഡി രജിസ്റ്റേർഡ് നേഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കെയറായിട്ട് വന്ന കഥ കേട്ടിട്ടുണ്ട്. അത് സ്കിൽ അസസ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടാണോ എന്നറിയത്തില്ല. രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടുള്ളവർ ടെമ്പററി വിസയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഈ വിസ വന്നിട്ട് നമ്മളിപ്പോൾ അഥവാ നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലി കിട്ടിയെന്ന് വിചാരിച്ചോ, അതുപോലെ നമുക്ക് ആ വർക്ക് അവിടെ വെച്ച് എന്തെങ്കിലും നമുക്ക് അപകടമോ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് അത് കവർ ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ഡ്രോബാക്സ് ഉണ്ട്. ആദ്യം നിങ്ങൾ എന്താണ് ഈ വിസയെ പറ്റി പഠിക്കുക. ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടല്ല. 600 വിസ വന്നിട്ട് നിങ്ങളിവിടെ ജോലി കിട്ടും അല്ലെ വിസ മാറ്റി കിട്ടും, അത് ഭയങ്കര തെറ്റിദ്ധാരണയാണ്. പറയുന്ന ഏജൻസി അന്നേരം നിങ്ങൾ കൺഫേം ചെയ്യണം ആ ഏജൻസി കളിപ്പിയിലുള്ള ഏജൻസിയാണ്. പിന്നെ നമ്മുടെ കൂടുതൽ വിശ്വാസം അവർ കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ കോൺട്രാക്ട് ലെറ്ററൊക്കെ കാണിക്കും. നല്ല ലെറ്റർ പാഡിലൊക്കെ നല്ലൊരു ഓഫർ ലെറ്ററും എല്ലാം കാണിക്കും. അത് ഫേക്ക് ആയിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് 600 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ കിട്ടത്തില്ല. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓസ്ട്രേലിയയിലെ ഒരു കമ്പനിയും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യൻസിലെ ഈ സബ് ക്ലാസ് 600 കൊണ്ടുവരുന്നില്ല. അപ്പം ആരെങ്കിലുമൊക്കെ ഈ നല്ല ലെറ്റർ പാഡൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ പറ്റിക്കുവാണെങ്കിൽ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഓസ്ട്രേലിയയിലുള്ള ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലും ചോദിക്കുക ഇങ്ങനൊരു കമ്പനി ഉണ്ടോ എന്നുള്ളത്. അതൊക്കെ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ ഈ വിസ തട്ടിപ്പുകാർ പറയുന്ന കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. IELTS സ്കോർ വേണ്ട, നിങ്ങൾക്ക് ഇത്ര നാൾ ഇവിടെ താമസിക്കാം. IELTS സ്കോർ വേണ്ടാന്ന് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും അതൊരു അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു കാര്യമേ അല്ല. പിന്നെന്താ പറയാനുള്ളത്? പിന്നെ ഈ പറഞ്ഞതിൻ്റെ നമ്മുടെ കയ്യിൽ നിന്നൊരു നല്ലൊരു ഫീസ് ആദ്യമേ അവരങ്ങ് വാങ്ങിക്കും. എന്നിട്ട് പിന്നെ നമുക്കത് നമ്മൾ അറിഞ്ഞാൽ പോലും നമുക്ക് അതിൽ നിന്നൊരു ഇത് കിട്ടത്തില്ല. നമുക്ക് അത് പൈസ തിരിച്ചും കിട്ടത്തില്ല. നിങ്ങൾ വലിയൊരു അബദ്ധത്തിലായിരിക്കും. ഉള്ളവരുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് ഒരു ഓഫർ കിട്ടി എന്നൊക്കെ വെച്ചിട്ട് മറ്റുള്ളവരോട് ചിലപ്പോൾ ഷെയറും ചെയ്യത്തില്ല. ഓസ്ട്രേലിയയൊക്കെ പെട്ടെന്ന് പോവാലോ എന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഓസ്ട്രേലിയ നിങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട്സോ ആരെല്ലാം ഉണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഇല്ലേ ഇങ്ങനൊരു ഏജൻസി ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെ വല്ല ചാൻസ് ഉണ്ടോ കളിപ്പിട്ടാന്നോ എന്ന് വെച്ച് നിങ്ങൾക്ക് അവരുമായിട്ട് കൺഫേം ചെയ്യുന്നതാണ്. ഒരിക്കലും ഈ ഒരു കാര്യങ്ങൾ നമ്മൾ രഹസ്യമായിട്ട് വെക്കല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഓസ്ട്രേലിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് കോൺടാക്ട് ചെയ്ത് കൺഫേം ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ പൈസ കൊടുക്കാവൂ. നിങ്ങൾ വെറുതെ പോയി ഒരു അബദ്ധത്തിലൊന്നും ചാടല്ല. ഈ വിസ തട്ടിപ്പ് ഞാനിപ്പോൾ UK നിന്നപ്പോൾ തന്നെ നമ്മൾ ഹെൽത്ത് കെയർ വിസയിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പിന്നെ അങ്ങനെ വിസ ഉണ്ട്. അത് എന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ അങ്ങനെ
ഒത്തിരി പൈസ കൊടുത്തിട്ട് വന്നു കഴിഞ്ഞിട്ടും ഒത്തിരി കളിപ്പിക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ കളിപ്പിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾ തന്നെയാണ് മലയാളികളെ കളിപ്പിക്കുന്നത്, വേറെ ഒരു രാജ്യക്കാരും അല്ല. അവരുടെ ഒരു ലാഭത്തിന് വേണ്ടി ഇങ്ങനെ മനുഷ്യരെ പറ്റിച്ച് എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും അവർ മുന്നോട്ട് പോട്ടെ. ഇനി നിങ്ങൾ അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പോയി ചാടാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലോട്ട് വരാനാണെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കയറി നിങ്ങൾ സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് മാര രജിസ്റ്റർഡ് ഏജൻസിയിൽ അവരോടും നിങ്ങൾ ചോദിച്ചറിയുന്നത് നല്ലതായിരിക്കും. ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. കാരണം ആൾക്കാർ കമൻറ്റ് വന്ന് ചോദിക്കുന്നുണ്ട് 600 വിസ വന്നിട്ട് ഇവിടെ ജോലി കിട്ടുമെന്ന് പറഞ്ഞൊരു ഏജൻസി പറഞ്ഞു. അതുകൊണ്ടൊക്കെയാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഇത് ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.